കഴിഞ്ഞൊരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ ചോദിച്ചതാണ് കേട്ടോ ഈ ഫേസ് ക്രീം എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ ഫേസ് ക്രീം. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഞാനിത് ഉണ്ടാക്കുന്നത് കുറച്ചധികം വലിയ ക്വാണ്ടിറ്റിയിലായിരുന്നു. ചോദിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഈ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഞാനിത് നല്ലോണം ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ഹോളുള്ള സ്ക്രാപ്പറിൽ വെച്ചിട്ടാവണം കേട്ടോ. ഇതിൻ്റെ ഒരു അരഭാഗം മാത്രം മതി നമുക്ക്. അപ്പം ഞാനിതാ ഇത്രയും എടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾക്ക് എന്തെങ്കിലും തോരനൊക്കെ വെക്കാനെടുക്കാം. എനിക്ക് ഏത് സീസണിലായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രീമാണ്, ഫേസ് ക്രീമാണ് കേട്ടോ. നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് തന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല ജ്യൂസി ആയിരിക്കും. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു കടായി എടുത്തിട്ടുണ്ട്, ചെറുത്. ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കണതാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും നമുക്ക് വേണ്ട കേട്ടോ ബീട്രൂട്ട് ജ്യൂസ്. പക്ഷെ ഞാനിതിങ്ങനെ ചെയ്തെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചതിൻ്റെ ബാക്കി എനിക്ക് ലിപ് ബാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു രീതിയിൽ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ചപ്പ് പോലെ ഇരിക്കുന്ന ഈ ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് ഞാൻ ഉണക്കി വെക്കാറാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഉണക്കിയിട്ട് ഒന്നുമല്ല ഫേസ് പാക്കിൽ ചേർക്കും, അതല്ലെങ്കിൽ നമ്മൾ പൊടിച്ചിട്ട് നമ്മളിപ്പോൾ സമ്മർ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കില്ലേ അതിലിട്ട് കൊടുക്കും. പിന്നെ ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കടായി വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനിങ്ങനെ ഈ വെള്ളം മൊത്തം ഇതിൽ നിന്ന് പോകണം. ചൂട് കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഈ ക്രീം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, എൻ്റെ സാധനങ്ങൾ, ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്ന. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉള്ളതുകൊണ്ട് ഈ ഒരു പാത്രം അതിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഇതിൽ വെള്ളം വറ്റണം. എന്നാൽ ഇത് കരിഞ്ഞു പോകാനും പാടില്ല. ഇതാ ഈ ഒരു പരുവത്തിൽ കണ്ടോ, ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റുന്ന ഓരോ സ്റ്റെപ്പ് കാണിക്കുമ്പോഴും നമ്മൾക്ക് ഒത്തിരി സമയം പോകും. അപ്പോൾ അതാ ഇതുപോലെ ഇരിക്കണം, എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. സൈഡ് കണ്ടില്ലേ ഒരു ഗോൾഡൻ കളർ, അങ്ങനെ ആവരുത്. ഇത് സ്റ്റീലിൻ്റെതായതുകൊണ്ടാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാവൂ, ടൈം എടുത്തിട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വരുമ്പോൾ നല്ലോണം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും, ഗമ്മ പോലെ ഇരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിങ്ങനെ തന്നെ ഒന്നിങ്ങനെ ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ആവുന്നതിൻ്റെ മുന്നേ നമുക്ക് ലിപ്പിൽ ഇത് തേക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നല്ല വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും തന്നെ മാറിയിട്ടില്ല. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. നമുക്കൊരു 4-5 ഡ്രോപ്പ് മാത്രമേ വേണ്ടുള്ളൂ. പക്ഷെ നമുക്കിതിൽ വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല, നമ്മൾക്ക് ഷെൽഫ് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ഞാൻ ചുണ്ടിൽ തേച്ചുതരാം. ആദ്യം തന്നെ ജസ്റ്റ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിന് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഈ ഡ്രൈ ആയതുണ്ടല്ലോ, കുറച്ചൊന്ന് ഡ്രൈ ആയത്, അത് ലിപ്പിൽ തേച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ടിഷ്യൂ മറ്റോ വെച്ച് തുടച്ചിട്ട് പിന്നെ നമുക്ക് ലിപ് ബാമോ മറ്റോ തേച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഈ കളർ ഉണ്ടാവും കേട്ടോ. നല്ല കളറാണ്. ബീട്രൂട്ടിൻ്റെ കളർ എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു റെമഡിയാണ്. ഇത് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ചെയ്ത് നോക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇത് റോസ് വാട്ടർ ഞാൻ എടുക്കുന്നുണ്ട്. റോസ് വാട്ടർ വളരെ നല്ലതാണ് കേട്ടോ. ഈ ക്രീം എന്നല്ല, ഒട്ടുമിക്ക സാധനങ്ങൾ ഉണ്ടാക്കാനും റോസ് വാട്ടർ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 1/2 സ്പൂണിൻ്റെ ഉള്ളിൽ 1/2 സ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. റോസ് വാട്ടർ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. നമ്മൾ വാങ്ങിക്കുന്ന റോസ് വാട്ടർ തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഫ്രിഡ്ജിലുണ്ടാക്കി വയ്ക്കുന്ന റോസ് വാട്ടർ ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രമേ ഉണ്ടാവും ഈ റോസ് വാട്ടറിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ക്രീമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബോട്ടിലുകളൊന്നും കളയാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള ബോട്ടിലാണ്, കുറേ മുന്നേ എടുത്തിട്ടുള്ളതാണ്. ഇത് അലോവേരയാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന അലോവേരയാണ് കേട്ടോ. ഞാൻ പറയാറില്ല, എനിക്ക് കുറച്ചധികം ഫ്രണ്ട്സുകൾ എൻ്റെ പ്രോഡക്റ്റ്സൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെന്ന്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത് കുറച്ച് പണിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. ഇതും ഫ്രിഡ്ജിലൊന്നും വെക്കുന്നതല്ല കേട്ടോ, അത് പുറത്ത് വയ്ക്കുന്ന സാധനം തന്നെയാണ്. എപ്പോഴോ ഇതുപോലെ അലോവേര എന്തോ വാങ്ങിച്ചൊരു നല്ലൊരു ഡബ്ബയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇട്ട് വെച്ചതാണ്. ഏതാണ്ട് ഒരു 1 ലിറ്ററിൻ്റെ ഡബ്ബയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിൽ വേറെ കളറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും ഇങ്ങനെ പച്ചവെള്ളം പോലെയാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം നല്ല വലിയ 2 സ്പൂണ് അലോവേര ജെല്ല് എടുക്കുന്നുണ്ട്. വീട്ടിലുള്ള അലോവേര വെച്ച് ഉണ്ടാക്കിയ ജെല്ലാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത് ജെല്ല് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ലേ.
ഇപ്പോൾ 2 വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഏതാണ്ട് ഒരു 1/2 സ്പൂണോളം തന്നെ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമ്മൾ കാച്ചിയ ഒരുപാട് എണ്ണ, ബീട്രൂട്ട് ഓയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും എടുത്താൽ മതി. എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു 1/4 സ്പൂണോളം കാസ്റ്റർ ഓയിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാസ്റ്റർ ഓയിൽ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. കാസ്റ്റർ ഓയിൽ 1/4 സ്പൂൺ മുതൽ 1/2 സ്പൂൺ വരെ ആവാം. അപ്പം ഇതൊന്നും തന്നെ ഇല്ലെങ്കിലും കാസ്റ്റർ ഓയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓയിലൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ അലോവേര ജെല്ലും വെളിച്ചെണ്ണയും മാത്രം ഈ ഒരു അളവിലെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾക്ക് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഗ്ലിസറിനും മുഖത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഗ്ലിസറിനും ഒരു 1/4 സ്പൂണോളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. 2 സ്പൂൺ അലോവേര ജെല്ലിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ മണത്തിനായിട്ട് നമ്മൾക്ക് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലാവൻഡറിൻ്റെയാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന അലോവേര ആയതുകൊണ്ട് തന്നെ ജെല്ലായതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് മണോ കളറോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിൽ ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ടൊന്നിങ്ങനെ ലൂസാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ഇരിക്കുന്നതോറും ഇത് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ഇങ്ങനെ വെള്ളമായി പോവരുത്, നമ്മൾക്ക് ആ ഒരു തിക്നെസ്സിൽ കിട്ടണം, എന്നാൽ ഡ്രൈ ആയി പോവുകയും ചെയ്യരുത്. വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്കിത് ലൈഫ് കിട്ടുന്നത്, ഷെൽഫ് ലൈഫ് കിട്ടുന്നത്. ഇത്രയൊന്നും വേണ്ട, ഞാൻ കാണിച്ചു തരാം ഞാനിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ ഒരിച്ചിരി ഒരു 2-4 ഡ്രോപ്പ് മാത്രമേ വേണ്ടുള്ളൂ, കാരണം അത്രയും കട്ടിക്കാണ് നമ്മളിതിൻ്റെ വെള്ളം വറ്റിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ ചേർത്തിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും വെളിച്ചെണ്ണ, അലോവേരയുടെ ജെല്ലും പിന്നെ ഈ ബീട്രൂട്ടിൻ്റെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ജ്യൂസും കൂടെ ഉണ്ടായാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കുമ്പോൾ ഹാൻഡ് മിക്സ്ചർ വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കളറിൽ കിട്ടുള്ളൂ. ഇതാണ് നിങ്ങളൊക്കെ ചോദിച്ച മുഖത്ത് തേക്കുന്ന ആ ഒരു ഫേസ് ക്രീം, മോയ്സ്ചറൈസർ ക്രീം ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. നമുക്ക് എത്രയൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചാലും എത്രമാത്രം പറഞ്ഞ ഐറ്റംസൊക്കെ അതിലുണ്ടാവും എന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ മുന്നേ ഒത്തിരി വീഡിയോസ് ഞാൻ ഫേസ് പാക്കിൻ്റെ കൂടെ തന്നെ ഫേസ് ക്രീം ഉണ്ടാക്കുന്നത്, പൊട്ടറ്റോ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്, ലിക്വിഡ് പൗഡർ വെച്ചിട്ടുണ്ടാക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ കാണാൻ നല്ല ഭംഗിയാണ്, ലിപ് ബാം പോലെ ഇരിക്കും ഈ ക്രീം. നല്ല മണവും നല്ല തിക്നെസ്സോട് കൂടിയിട്ട് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു കാലി ഡബ്ബയിലേക്ക് ആക്കി കൊടുക്കണം. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. ഡേ ഓർ നൈറ്റ് ഞാൻ തേക്കുന്നത്. ഞാൻ മാത്രമല്ല, ഞങ്ങൾക്ക് 2 പേർക്കും 2 തരത്തിലുള്ള സ്കിന്നാണുള്ളത്. അതായത് ഡ്രൈ സ്കിന്നും ഓയിലി സ്കിന്നും ഒക്കെയാണുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും തേക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഈ ഒരു രീതിയിൽ ഡബ്ബയിലാക്കി വെച്ചാൽ മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ജെല്ലാണ് കേട്ടോ ഫേസ് ക്രീം. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഡേയിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ കയ്യിലോ കാലിലോ മുഖത്തോ കഴുത്തിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. ആ ഡ്രൈനെസ് ഒന്നും ഫീൽ ചെയ്യില്ല. ഞാനിതിൽ വെളിച്ചെണ്ണ മാത്രം ചേർത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വെളിച്ചെണ്ണ കാച്ചി തേക്കുന്നവരൊന്നും ആവില്ലല്ലോ. അപ്പം എല്ലാവർക്കും കിട്ടുന്നത് എന്താണോ അതാണ് കാണിച്ചത് കേട്ടോ. ഇതങ്ങനെ ഈ കളർ പിങ്ക് കളറൊന്നും ഇതിലുണ്ടാവില്ല തേക്കുമ്പോൾ. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ലിപ് ബാം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാൻ തേനീച്ച മെഴുകൊക്കെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. യാതൊരു മേക്കപ്പും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ എൻ്റെ ലിപ്പിലുള്ള കളർ പോയിട്ടില്ല കേട്ടോ. അത് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണത്. അപ്പോൾ ഇനി കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ആ ശരീരത്തിലുള്ള ആ വെള്ളത്തിൻ്റെ അംശം മാറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ ക്രീം ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു തവണ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് ഇടുമ്പോഴുള്ള മാറ്റം എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ടും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റിയ 2 രീതിയിൽ നമുക്ക് ഈ ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് തേക്കുമ്പോൾ കണ്ണിൻ്റെ ഇടയിലും മേലും താഴെയൊക്കെ തേക്കാറുണ്ട്, കഴുത്തിലും കാലിലൊക്കെ തേക്കാറുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.